ഹായ് എവരിവൺ, ഇന്ന് നമ്മളൊരു മോരുകറിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. മോരുകറി എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ടല്ലോ. ചേനയും കായം വെച്ച് ചെയ്യാം, കുമ്പളങ്ങ മോരുകറി, പിന്നെ മത്തങ്ങ വെച്ചിട്ട്, അങ്ങനെ കുറേ. ഇത്തവണ എനിക്ക് നല്ല ചേമ്പ് കിട്ടിയിട്ടുണ്ട്. പാൽ ചേമ്പാണ് കിട്ടിയിട്ടുള്ളത്. ഒരു 8 ചേമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കൂ, ചേമ്പ് നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഉപ്പിട്ടിട്ട് പ്രഷർ കുക്കറിൽ ഒരു 3 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇത്. ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് കൂടി നോക്കാം. അരമുറി തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ ജീരകം, 4 പച്ചമുളക്, 1 കപ്പ് തൈര്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ്, പിന്നെ കടുക് വറുക്കാനായിട്ട് കടുക്, ഉണക്കമുളക്, ഉലുവ, പിന്നെ കറിവേപ്പില. ഒരു പാൻ വെച്ചിട്ട് വേവിച്ച് വെച്ച ചേമ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടെ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചേമ്പ് വേവിച്ച വെള്ളം ഒന്ന് കുറുകി വരട്ടെ. ആ സമയം നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, ജീരകം, പച്ചമുളക്, പിന്നെ തൈരും എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് തന്നെയാണ് അരച്ച് ചേർക്കാറുള്ളത് കേട്ടോ. തൈരും അരപ്പും സെപ്പറേറ്റ് ചേർത്ത് ഉണ്ടാക്കാം, പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പം. ടേസ്റ്റിന് ഒട്ടും കുറവ് വരുന്നുമില്ല. അപ്പോൾ ചേമ്പ് ഇവിടെ നന്നായി തിളച്ച് വെള്ളം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് അരപ്പ് ചേർക്കാനുള്ള പാകം. അരപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് കൂടുതൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ചേമ്പ് ഉപ്പിട്ടിട്ടാണ് നമ്മൾ വേവിച്ചത്. അപ്പോൾ നോക്കിയിട്ട് പോരെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കടുക് വറക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യണത്. നാടൻ കറികൾക്ക് എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിത്തിടങ്ങുമ്പോൾ ഉലുവയും ഉണക്കമുളകും പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി വറുത്തെടുത്തത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ സെർവിങ് ബോളിലേക്ക് മാറ്റണ്ട. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ആ വറവൊക്കെ കൂട്ടാനിലൊന്ന് പിടിക്കട്ടെ. അതിനുശേഷം നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇപ്പോൾ മോരുകറി റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.